ഈ വർഷത്തെ കാവലക്കാട് പൂരം കഴിഞ്ഞു. ഇത് പൂരത്തിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഗാനമേള കഴിഞ്ഞ് വരുമ്പോഴുള്ള ലേറ്റ് അറേഞ്ച്മെൻറ്റ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുന്നൊക്കെ പള്ളിപ്പെരുന്നാളിനാണ് ഇത്രയും രസമായിട്ട് ഒരു കമ്മിറ്റിയിലത് കണ്ടല്ലോ, പേര് കാണാമല്ലോ. നല്ല അടിപൊളിയായിട്ടുള്ള പന്തൽ പണി. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഗാനമേള കഴിഞ്ഞിട്ട് ഇതാ ലെഫ്റ്റ് തിരിഞ്ഞു ചിറ്റിഞ്ഞൂർ ഉൾവഴിയാണ് പോണത് കേട്ടോ. നമ്മൾ കുറുക്കമ്പാറയിൽ നിന്ന് നേരെ കയറി ഇറങ്ങിയിട്ട് വരുന്ന വഴി കൂടിയാണ് പോണത്. നല്ലോണം ലൈറ്റ് ഇട്ടുണ്ട് കേട്ടോ. മുന്നേ ഞാൻ പറഞ്ഞ പോലെ ഈ പള്ളി പെരുന്നാളിനെ കാണുന്നത് ലൈറ്റാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇപ്പോൾ കണ്ണേശ്വര അമ്പലം കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിൽ പോവുകയാണ്. ചിറ്റിഞ്ഞൂർ വാസവൻ്റെ വീടോടേക്ക് എത്തണ വഴിയാണ് കേട്ടത്. രണ്ട് സൈഡിൽ നല്ല രസമായിട്ട് ലൈറ്റ് ഇട്ടാണ്. ഇപ്രാവശ്യം പാർക്കാടി അമ്പലത്തിലെ പൂരത്തിനും ഏകദേശം തെക്കേപ്പുറം മുതൽ അഞ്ഞൂര്, അതായത് തമ്പീശമടി വരെയൊക്കെ ലൈറ്റ് ഇട്ടുണ്ട് കേട്ടോ. എല്ലാ കമ്മിറ്റികളും സഹകരിച്ചിട്ടുള്ള പരിപാടിയാണ്. നല്ല രസമായിട്ട് ഗോൾഡൻ കളർ ലൈറ്റ് ഇങ്ങനെ കത്തുകയാണ്. ദേവട്ടിയുടെ വീഡിയോ എടുക്കണത്. ദേവട്ടി ഇപ്പോൾ ഒരുവിധം ഇങ്ങനത്തെ വണ്ടിയും ഇരുന്നിട്ടൊക്കെ ആൾ അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് തുടങ്ങി. പറയണ പോലെയൊക്കെ ഫോക്കസ് ചെയ്ത് പറ്റുന്ന പോലെയൊക്കെ ആൾ എടുക്കണം. കാരണം വണ്ടിയും ഇരുന്നിട്ട് എടുക്കണ വീഡിയോ ഉണ്ടത്. എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. അത് ആ ചായക്കടയൊക്കെയുള്ള ബിൽഡിങ്ങാണ്, ചിക്കൻ കടയൊക്കെയുള്ള ബിൽഡിങ്. അത് നമസ്തര പന്തലെത്തിയിട്ടാണ്. നമസ്തര പന്തൽ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പന്തൽ നക്ഷത്രയുടെ പന്തൽ. ഏകദേശം ഇവിടുന്ന് ഇനി കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ അടുത്ത് ഭഗവതിൻ്റെ പന്തലാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുവരെ ദൈവട്ടി എടുത്തിട്ടുണ്ടാവുക. നമ്മുടെ ആനേനെ കെട്ടണ പറമ്പ്, ഏതാനെ പാകത്ത് ആനേനെ കെട്ടണ പറമ്പുണ്ടോ ലെഫ്റ്റ് സൈഡിൽ, പച്ച നെറ്റൊക്കെ കണ്ടില്ലേ, പാകത്ത് ആനേനെ കെട്ടണ പറമ്പ്. അതിൻ്റെ മുന്നിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഭഗവതിൻ്റെ പന്തലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പുതിയ കോട്ടേഴ്സ് പോലെയൊക്കെ ഒന്നുണ്ട്. പുതിയ ബിൽഡിങ്ങിൽ എന്തൊക്കെയോ വരുന്നുണ്ട്. ആ പുതിയ ബിൽഡിങ്ങിൻ്റെ അവിടെയൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഉണ്ട്. കാരണം അത്യാവശ്യം ദൂരത്ത് റോഡ് സൈഡിൽ ഉൾ സൈഡിൽ തന്നെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലത്തെ വീട്ടിൽ ഇതാ ചെയ്തേക്കണം. അതിൻ്റെ അപ്പുറത്ത് ആ പുതിയ ബിൽഡിങ്ങിൽ ലൈറ്റ് ഇതാ ചെയ്തേക്കണം. ഇതാ ഭഗവതിൻ്റെ പന്തലിക്കാണ് എത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കാവൽക്കാട് പൂരത്തിൻ്റെ ലൈറ്റും കാര്യങ്ങളും. ഇത്ര അടുത്താണ്. കുറച്ചും കൂടി ഫ്രണ്ടിൽ കിട്ടുന്നുണ്ടല്ലേ. ഓക്കെ, കുറച്ചും കൂടി നമ്മുടെ കൃഷിഭവൻ കഴിഞ്ഞ് അടുത്ത വീട് ഇതാണ്.